നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മികച്ച പ്രേക്ഷക പ്രതികരണം കൊണ്ട് ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറുകയാണ്. ഇതോടെ സഞ്ചാരികളുടെ ഒരു പറുദീസയായി കൊടൈക്കനാലിലെ ഗുണ കേവ് മാറുന്നുണ്ട്. ഡെവിൾസ് കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണ കേവിൽ അകപ്പെട്ട സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരുടെ കഥ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് ഇന്ത്യയൊട്ടാകെ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. സിനിമയുടെ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഗുണ കേവിൽ 14 വർഷം മുൻപ് പോയ നടൻ മോഹൻലാൽ എഴുതിയ ഒരു യാത്രാക്കുറിപ്പ് ശ്രദ്ധ നേടുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ഈ കുറിപ്പ് ഇപ്പോൾ വീണ്ടും വായിക്കപ്പെടുകയാണ്. ഗുണ കേവിന്റെ നിഗൂഢതകളിലേക്ക് നടന്ന മോഹൻലാൽ കണ്ട ഭയാനകമായ കാഴ്ചകളും പാറക്കെട്ടുകളുടെ വന്യതയുമാണ് ഈ കുറിപ്പിലുള്ളത്. മോഹൻലാൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെ: സാധാരണ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം കൊടൈക്കനാൽ എന്നാൽ നക്ഷത്ര രൂപത്തിലുള്ള നീലത്തടാകവും വെയിൽ നിറം മാറിക്കളിക്കുന്ന മരക്കാടുകളും പച്ചക്കമ്പളം നീട്ടി വിരിച്ചതുപോലുള്ള ഗോൾഫ് മൈതാനങ്ങളും കുതിരസവാരിയും പിന്നെ പേടിപ്പിക്കുന്ന സൂസൈഡ് പോയിന്റും മാത്രമാണ്. എന്നാൽ കൊടൈക്കനാലിന് മറ്റൊരു മുഖമുണ്ട്, അധികമാരും കാണാത്ത ഇരുണ്ട മുഖം. അവിടെ എപ്പോഴും ഇരുട്ടാണ്, പിന്നെ പേടിപ്പെടുത്തുന്ന ഏകാന്തതയും. ഡെവിൾസ് കിച്ചൺ, ചെകുത്താന്റെ പാചകപ്പുര എന്നാണ് ഇതിന് ഭാവനാശീലനായ ഏതോ സായിപ്പ് പേരിട്ട് വിളിച്ചത്. ഈ ഇരുണ്ട അധോലോകം കൂടി കണ്ടാൽ മാത്രമേ കൊടൈക്കനാലിലെ കാഴ്ചകൾ പൂർണ്ണമാകൂ. കൊടൈക്കനാലിന്റെ കേന്ദ്രബിന്ദുവായ തടാകത്തിൽ നിന്നും 6 കിലോമീറ്ററോളം മാറിയാണ് ഡെവിൾസ് കിച്ചൺ. പില്ലർ റോക്കാണ് അതിനടുത്ത് സാധാരണക്കാർ എത്തിച്ചേരുന്ന സെറ്റ് സീയിങ് പോയിന്റ്. അവിടെ നിന്ന് മുകളിലേക്ക് പോയി കറുത്ത മണ്ണിൽ ഇടതൂർന്നു നിൽക്കുന്ന പൈൻ മരക്കാടുകൾ കടന്നു വേണം ഡെവിൾസ് കിച്ചണിലേക്ക് പോകാൻ. പരസ്പരം പിണഞ്ഞുകിടക്കുന്ന വേരുകൾ, ഇടയ്ക്ക് കൂറ്റൻ മരങ്ങൾ, അവയുണ്ടാക്കുന്ന ഇരുട്ട്, എണ്ണമറ്റ വാനര സംഘങ്ങൾ, അങ്ങേയറ്റത്ത് വേലികെട്ടി തിരിച്ച കൂറ്റൻ പാറത്തുഞ്ചാണ്. അതുവരെയേ അന്വേഷികളായ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ. എന്നാൽ അതിനപ്പുറത്തെ ആഴങ്ങളിലായിരുന്നു കാഴ്ച, അനുഭവവും. പിണഞ്ഞു കിടക്കുന്ന വേരുകൾ പിടിച്ചു വേണം ചെങ്കുത്തായ ഇറക്കമിറങ്ങാൻ. ഇറക്കം തുടങ്ങുന്ന സ്ഥലത്തു തന്നെ പച്ച പുല്ലുകൾക്കിടയിൽ ഒരു തലയോട്ടി പേടിപ്പിക്കും വിധം പല്ലിളിച്ചു കിടക്കുന്നു. എന്നോ എന്തൊക്കെയോ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്ത ഏതോ അജ്ഞാതൻ്റെതാകാം അത്. അത്രയധികം പേരാണ് കാറ്റ് ചൂളം കുത്തുന്ന ആ കൊക്കയിലേക്ക് ചാടി ജീവനൊടുക്കുന്നത്. കൊല ചെയ്യപ്പെടുന്നവർ വേറെയും. വീണാൽ പിന്നെ തിരിച്ചെടുക്കലുണ്ടാകില്ല, ആരും അറിയുകയുമില്ല. വേരുകളിൽ പിടിച്ചുള്ള ഇറക്കം പാതി വഴിയിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. കാലിലെ മസിലുകൾ ഉരുണ്ടു കയറുന്നത് ഞാൻ അറിഞ്ഞു. പിന്നീട് 2 വശത്തും മരക്കഷ്ണങ്ങൾ അടിച്ച് കോണിയുണ്ടാക്കി ഇറങ്ങാൻ ശ്രമിച്ചു. പിടിക്കാൻ ഒരു കയർ തൂക്കിയിട്ടു. പാറക്കൂട്ടങ്ങളും പച്ചക്കാടുകളും കൂട്ടിക്കലർന്നു കിടക്കുന്ന ആ വഴി മുന്നോട്ട് പോകുന്തോറും പേടിപ്പിക്കുന്നതായിരുന്നു. താഴേക്ക് എത്തുന്നതിനനുസരിച്ച് ചുറ്റുമുള്ള പാറകളുടെ ഉയരം വർദ്ധിക്കുന്നത് പോലെ. വലതുവശത്ത് കൊടും കാട് നിറഞ്ഞ ആഴങ്ങൾ, അടിയിൽ നിന്നും പൊന്തി അതിൻ്റെ ഉച്ചിയിലേക്ക് പറന്ന് പരക്കുന്ന മഞ്ഞുപുക, കൊടും തണുപ്പ്. ഇടതുവശത്ത് കൃത്യമായി മുറിച്ചു വെച്ചതുപോലുള്ള പാറകൾ, ഇടയ്ക്കിടെ പാനി വന്ന് അസ്ഥിയിൽ വരെ സ്പർശിച്ചു പോകുന്ന ശീതക്കാറ്റ്. താഴേക്ക് ഊർന്നു പോകുന്ന ആ വഴിയുടെ അറ്റം ഒരു കൂറ്റൻ കരിമ്പാറയിൽ ചെന്ന് സ്തംഭിച്ചു നിൽക്കുന്നു. അതിൻ്റെ അരികിലൂടെയുള്ള വഴി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ പുളഞ്ഞു അജ്ഞാതമായ ആഴങ്ങളിലേക്ക് കൂപ്പുകുത്തുന്നു. ആ കരിമ്പാറയ്ക്കപ്പുറം ഞാൻ ചെകുത്താന്റെ പാചകപ്പുര കണ്ടു. ആഴത്തിലുള്ള ഒരു ഗുഹയും അതിൽ നിന്നും നീണ്ടുപോകുന്ന ഇരുട്ടിൻ്റെ തുരങ്കങ്ങളും വീണ്ടും വീണ്ടും വരുന്ന ഗുഹകളും ചേർന്നതായിരുന്നു അത്. മുകളിലേക്ക് നോക്കിയാൽ 1000-ലധികം അടി ഉയരത്തിൽ പാറ പിളർന്നു മാറിയതിൻ്റെ വിടവിന് മുകളിൽ മരങ്ങൾ പടർന്നു നിൽക്കുന്നു. അതിനപ്പുറം ദൂരെ ആകാശത്തിൻ്റെ നീലത്തുണ്ടുകൾ. തികഞ്ഞ നിശബ്ദത. വല്ലപ്പോഴും ഒരു മഞ്ഞുതുള്ളി മുകളിൽ നിന്നു അടർന്ന വിടവിലൂടെ പാഞ്ഞു വന്ന് പാറയുടെ കൂർത്ത പ്രതലത്തിൽ വീണ് ചിതറുന്നതിൻ്റെ ശബ്ദം പോലും ആ നിശബ്ദതയിൽ തെളിഞ്ഞു കേൾക്കാം. ആഴങ്ങളിൽ നിന്നും പെട്ടെന്ന് വമിക്കുന്ന മഞ്ഞുപുകയാണ് ഈ ഗുഹയ്ക്ക് മായികമായ സൗന്ദര്യം നൽകുന്നത്. തെളിഞ്ഞ പകലിലേക്ക് നോക്കി നിൽക്കെ ഒരു കൂട്ടം കോടമഞ്ഞ് പുകയിൽ ഈ ഗുഹയെ പറത്തിവിടുന്നു. മുകളിലെ വിടവുകൾക്കിടയിൽ നൂഴ്ന്ന് അവ പുറത്തെത്തുന്നു. പിന്നെ കൊടൈക്കനാലിൻ്റെ ആകാശത്തിലൂടെ അലിയുന്നു. നിരന്തരം കോടമഞ്ഞ് പുക തുപ്പുന്നത് കൊണ്ടാണ് ഈ ഗുഹയ്ക്ക് സായിപ്പ് ചെകുത്താന്റെ പാചകപ്പുര എന്ന് പേരിട്ടത്. എത്ര അനർത്ഥമായ പേര്!